ഹലോ മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണെന്ത് ഈ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. സ്റ്റോഷിയോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണെന്ത് ഈ സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെയാണ് എപ്പോഴും പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ടാണ്, ഇത് എങ്ങനെ ചെയ്യുക ഈ സ്റ്റോഷിയോമെട്രിയിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഏതാണ്, എങ്ങനെയാണ് അല്ലേ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ എല്ലാ കൺഫ്യൂഷൻസും ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി നിങ്ങളുടെ തീരുന്നതായിരിക്കും. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റോഷിയോമെട്രിയിൽ ചോദിക്കുന്ന ഈ ലിമിറ്റിംഗ് റിയേജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ എന്താണ് നമ്മൾ ആ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നതിൻ്റെ മുന്നേ എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അല്ലേ, ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഏറ്റവും കുറഞ്ഞ ആളാരാണോ അയാളെയാണ് നമ്മൾ എന്ത് പറയുക, ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയാമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ആ റിയാക്ഷൻ എപ്പം തീരണം അല്ലെങ്കിൽ ആ റിയാക്ഷൻ എത്ര നേരം നിൽക്കും എന്നുള്ളത് ആര് തീരുമാനിക്കും? നമ്മളെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ് തീരുമാനിക്കുക. ഇനി നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേ. ദ റിയേജൻറ്റ് വിച്ച് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അല്ലേ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആയി പോകുന്ന ആളാണ് എന്ത്, ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എന്ത് ചെയ്യുക, എത്ര നേരം ആ റിയാക്ഷൻ നടക്കണം, ആ പ്രൊഡക്റ്റ് എത്ര നേരം നിൽക്കണം അല്ലെങ്കിൽ എത്ര നേരം ഉണ്ടാവും എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് എന്താണ്, ഈ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോഷിയോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിലെ രണ്ട് ടൈപ്പും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ടൈപ്പാണ് ഇപ്പം നിങ്ങൾ മുന്നിൽ കാണുന്ന ചോദ്യം. എന്താണ്, how many moles of methane are required to produce 22 gram carbon dioxide after combustion? അപ്പം എന്താ ഇപ്പോൾ മോളിൻ്റെ എണ്ണമാണ് ചോദിച്ചത് അല്ലേ, മോളിൻ്റെ എണ്ണമാണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞു. അതിലൊരു ടൈപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, എന്ത്, മോളിൻ്റെ എണ്ണം വെച്ചിട്ട്. ഇനി എന്ത് ചെയ്യും, എത്ര ഗ്രാമാണ് ഉണ്ടായത്, എത്രയാണ് അവിടെ ഉണ്ടായ പ്രൊഡക്റ്റിൻ്റെ അളവ് എത്രയാണ്, അതാണ് രണ്ടാമത്തെ ടൈപ്പ്. അപ്പോൾ സ്റ്റോഷിയോമെട്രിയിൽ നിങ്ങൾ ഏത് ടൈപ്പ് ചോദ്യം വരികയാണെങ്കിലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. എങ്ങനത്തെ വെറുതെ ഇക്വേഷൻ എഴുതിയാൽ പോരാ, ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളോട് ചോദിച്ചത്, എന്താ, മീത്തേൻ്റെതാണ് അല്ലേ, മീത്തേൻ്റെ കമ്പഷനാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിക്കുന്നതല്ലേ മീത്തേൻ്റെ കമ്പഷൻ. എന്താ വരിക, CH4 + O2 gives CO2 + H2O അല്ലേ, ഇതല്ലേ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് എന്ന് വിചാരിക്കരുത്. ഇതെന്തല്ല, ബാലൻസ്ഡ് അല്ല. ബാലൻസ് ചെയ്ത ഇക്വേഷൻ വേണം നിങ്ങൾ എഴുതാൻ. സോ നിങ്ങൾക്കറിയാം ഇവിടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 വരും, അതേപോലെ തന്നെ ഇവിടെ എന്ത് വരും, 2 വരും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇതാണ് നമ്മൾ എന്ത്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ സ്റ്റോഷിയോമെട്രിയിൽ ലിമിറ്റിംഗ് റിയേജൻറ്റോ ഏത് ചോദ്യം വന്നാലും ആദ്യം എന്ത് ചെയ്യുക, ഈ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കുക. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ്, മോളിൻ്റെ എണ്ണല്ലടാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്നത് നമ്മൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ഇക്വേഷനിൽ തന്ന സാധനങ്ങൾ എടുത്തെഴുതാൻ. ഇപ്പം എന്നോട് ഇവിടെ ചോദിച്ചിട്ടുള്ള മോളിൻ്റെ എണ്ണമാണ്. എന്തിൻ്റെയൊക്കെ മോളിൻ്റെ എണ്ണ ചോദിച്ചത്, മീഥേനിൻ്റെയും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അല്ലേ. ഈ രണ്ടാൾക്കാരാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇവിടെ ഈ ഓക്സിജനെയും അതേപോലെ വാട്ടറിനെയും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് തന്ന സാധനങ്ങൾ മാത്രം നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനിവിടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മീത്തേൻ്റെ നമുക്ക് ഗിവൺ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്തൊക്കെ അറിയാം. ഇവിടെ 1 മോൾ മീത്തേനാണ്, അറിയാലോ. 1 മോൾ വരാൻ കാരണം എന്താണ്, ഇതാ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. 1 മോൾ പ്രകാരം ഇവിടെ നോക്കിയേ 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്, മോളിക്കുലാർ മാസാണ് എഴുതേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾ 1 മോളെന്ന് എഴുതിയിട്ട് കാര്യമില്ല. കാരണം എന്താ, കാർബൺ ഡൈ ഓക്സൈഡിന് നമുക്ക് തന്നിട്ടുള്ളത് എന്താടാ, 22 ഗ്രാം അല്ലേ, തന്നിരിക്കുന്നത് മാസാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം വേണം എന്ത് ചെയ്യാൻ, എഴുതാൻ. അപ്പോൾ നിങ്ങൾക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക, 44 ആണ്. സെറ്റായോ? ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ എന്ത് ചെയ്തു, ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കയ്യിലുള്ള ഇക്വേഷന് വേണ്ട കാര്യങ്ങളാണ് എടുത്തെഴുതിയിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരിക്കലും എന്ത് എഴുതിയിട്ടില്ല, 16 ഗ്രാം എന്ന് എഴുതിയിട്ടില്ല. കാരണം എന്താ, എനിക്ക് കാണേണ്ടത് മോളിൻ്റെ എണ്ണമാണ്. മനസ്സിലായോ? അപ്പോൾ ആ മോളിൻ്റെ എണ്ണം, അതായത് നമുക്ക് എന്താണോ ആവശ്യം അത് വേണം എന്ത് ചെയ്യാൻ, ഇക്വേഷന് നമ്മൾ എഴുതാൻ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, നമ്മളോട് ചോദിച്ചാൽ എന്താ, എത്ര മോൾ. അപ്പോൾ എനിക്ക് അറിയൂല, ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഇനിയോ 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതാ 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി എൻ്റെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ്, 44നെ 22 ആക്കാൻ എന്ത് ചെയ്താൽ മതി,
ബൈ 2 ചെയ്താൽ പോരെടാ, പോരെ? 44നെ 22 ആക്കാൻ ബൈ 2 ചെയ്താൽ പോരെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം? ഒരു മോളിനെ ഞാൻ എന്ത് ചെയ്താൽ മതി? ബൈ 2 ചെയ്താൽ പോരെ? സോ ആൻസർ കിട്ടിയില്ലേ? എത്രയാണ്? ഹാഫ് മോളാണ് ആൻസർ വരിക. സെറ്റായില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇത്രയുള്ള പരിപാടി. നിങ്ങൾ വലിയ തോതിൽ ആലോചിച്ച് പുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ആ തന്നിരിക്കുന്ന സാധനം എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ അടുത്ത ടൈപ്പ് വായിച്ചു നോക്കിയേ. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ 6 gram of hydrogen reacts with 40 gram of oxygen to give water. ഓക്കെ, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര വാട്ടർ ഉണ്ടാവും അവിടെ ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതണം. എന്ത് ഇക്വേഷൻ എഴുതണം? ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ വേണം എഴുതാൻ. സോ എങ്ങനെ എഴുതാം? 2H2 plus O2 gives 2H2O. ഡൗട്ടില്ലല്ലോ, ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാമല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് നോക്കിയേ. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ? ഒക്കെ ഗ്രാമിലല്ലേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷൻ എഴുതേണ്ടത് എന്ത് തന്നെയാണ്? ആ ഗ്രാം വെച്ചിട്ട് തന്നെയാണ്. സോ ഇവിടെ തന്നിട്ടുള്ള ഗിവൺ എന്തൊക്കെയാണ്? 2 × 2 4 ഗ്രാം. ഡൗട്ടില്ലല്ലോ. ഓക്സിജൻ്റെ 1ൻ്റെ 16 ആണെന്നറിയാം. O2 എന്ന് പറയുമ്പോൾ എത്ര വരും? 32 ഗ്രാം ആണ്. സോ ഇവിടെ ഇൻ ടോട്ടൽ എത്ര വരും? 36 ഗ്രാം ആണ്. ഡൗട്ടില്ലല്ലോ, ഈ കാര്യം സെറ്റല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 6 ഗ്രാം ഹൈഡ്രജൻ 40 ഗ്രാം ഓക്സിജൻ. സോ ഞാനിവിടെ എഴുതുകയാണ് 6 ഗ്രാം ഹൈഡ്രജൻ 40 ഗ്രാം ഓക്സിജൻ. എന്നോട് ചോദിച്ചാൽ എന്താണ്? ഇവർ രണ്ടാളും കൂടെ ചേർന്നാൽ ഇവിടെ എത്രയാണ് വാട്ടർ ഉണ്ടാവുക? അതാണ് ചോദിച്ചത്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ വരുന്നത് എങ്കിൽ അപ്പം ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? മോളിൻ്റെ എണ്ണം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യനിലും എന്തില്ല? മോളിൻ്റെ എണ്ണമല്ല. സോ എന്ത് ചെയ്യേണ്ട? നിങ്ങൾ 2 മോള് 1 മോള് അങ്ങനെ മോളിൻ്റെ എണ്ണം ഒന്നും എഴുതണ്ട. തന്ന സാധനങ്ങൾ മാത്രം എടുത്ത് എഴുതുക. ഇവിടെ നിങ്ങൾ നോക്കേണ്ട അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്? റിയാക്ടിങ് യൂണിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ റിയാക്ടിങ് യൂണിറ്റ് കണ്ടുപിടിക്കാനൊന്നുമില്ല. ഈ തന്നിരിക്കുന്നതിന് എന്ത് ചെയ്യുക? നമ്മളെ ഇക്വേഷനിലെ ഗിവണുമായിട്ട് ഡിവൈഡ് ചെയ്യുക. സോ എന്ത് വരും? 6/4 ചെയ്താൽ എത്രയാണ് വരിക? 3/2 ആണല്ലോ. 1.5 ആണല്ലോ നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഇനി ഇവിടെ ആകുമ്പോഴോ 40/32 ഇറ്റ് ഈസ് ഈക്വൽ ടു 10/8 അല്ലെങ്കിൽ എന്ത് വരും? 5/4 വരും അല്ലേ? 5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1.5നേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആണ് വരിക അല്ലേ? 5/4 എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 40/32 എത്ര വരും? 1.25 ആണ് വരിക. നിങ്ങളിതിൽ നോക്കിയാൽ ഇതിൽ ഞാൻ പറയുന്ന കാര്യം നോക്കിയോ. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂ അല്ലേ, അയാളായിരിക്കും എന്ത് ചെയ്യുക? ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നോക്കിയേ, 1.5 ആണോ 1.25 ആണോ? ആരാണ് കുറവ്? ഏതാ ചെറുതേതാ? 1.25 അല്ലേ? സോ ഇയാളാണ് എന്ത്? നമ്മളെ ലിമിറ്റിംഗ് റിയേജൻ്റ്. കഴിഞ്ഞു. നമ്മുടെ ചോദ്യത്തിൽ 2 ചോദ്യത്തിൻ്റെ ഉത്തരമായി. അപ്പോൾ എന്തായി? ആരാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് നമുക്ക് കിട്ടി. എന്ത് ചെയ്താൽ മതി? ആ ഡിവൈഡ് ചെയ്തതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആരാണോ അയാളെ നോക്കിയാൽ മതിയടാ. അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം? ഓക്സിജൻ എത്ര നേരം അവിടെ ഉണ്ടോ അത്രയും നേരം മാത്രമേ എന്ത് നടക്കുള്ളൂ? റിയാക്ഷൻ നടക്കുള്ളൂ. സോ ഇവിടെ 1.25 അത്ര വാല്യൂ വരെ ഓക്സിജൻ ഉണ്ടാവുള്ളൂ. അത്ര റിയാക്ട് ചെയ്യാനുള്ള യൂണിറ്റ് ഓക്സിജൻ്റെ കയ്യിലുള്ളൂ. സോ അത്ര ഓക്സിജൻ്റെ അളവ് അവിടെ കഴിയുന്നതോടുകൂടി എന്ത് കഴിയും? നമ്മളെ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വാട്ടറിൻ്റെ എത്രയാണ് വരിക? 36 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഗ്രാം വാട്ടർ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ യൂണിറ്റിന് ഓൾറെഡി അറിയാവുന്ന മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇത് രണ്ടും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 45 ഗ്രാം എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരങ്ങളൊക്കെ ആയില്ലേ. എന്താണ് ലിമിറ്റിംഗ് റിയേജൻ്റ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആരാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിച്ചു. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇതേ രീതിക്കാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ തന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കുക, അതിൽ നിന്ന് വേണ്ട എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുക, ഇതേപോലെ ചെയ്യുക. സോ ഈ 2 ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു സെഷനുമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു. സൈനിങ് ഓഫ്.